ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഗാനിക്കും അതോടെ തന്നെ കുടുംബത്തിനെതിരെ ഉണ്ടെങ്കിൽ ഒരു ആരോപണമൊക്കെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും വിലയ്ക്കൊക്കെ കിട്ടുന്നതായിരിക്കും. പക്ഷേ ചിലരുണ്ടെങ്കിൽ അത് അധികം വിലയ്ക്കുണ്ടെങ്കിൽ വിൽക്കാം എന്നതും ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇവരുടെ കുടുംബം ഉണ്ടെങ്കിൽ ഇപ്പോൾ 8,000-നൊക്കെ കിട്ടുന്ന സാരി ഉണ്ടെങ്കിൽ അത് 12,000 13,000-നുണ്ടെങ്കിൽ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിന് പല കാരണങ്ങളും ചിലരൊക്കെ പറയുന്നതായിരിക്കും. ഇതാണ് കൊണ്ടുപോയി ചില പ്രത്യേക ഏരിയകളിൽ അവിടെ കട വിൽക്കുന്നതിന് അതിന് പ്രത്യേകം കോസ്റ്റും കാര്യങ്ങളാണ്. സോ അവിടെ ഇതേ കണക്ക് ഡ്രസ്സ് കൊണ്ടുവരുന്നതിന് കുറച്ചധികം വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ ചില സ്ഥലങ്ങളിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അത്ര ആൾക്കാരോ അല്ലെങ്കിൽ ആ ഷോപ്പൊന്നും അത്ര വലുതായിരിക്കത്തില്ല. നമ്മളിപ്പം ചിലയിടങ്ങളിൽ നിന്ന് 12,000 13,000 രൂപയ്ക്ക് വാങ്ങുന്ന ഡ്രസ്സ് തന്നെ ചിലയിടങ്ങളിലുണ്ടെങ്കിൽ 5,000 6,000 രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും. അതേ കണക്കത്തുള്ള ഒരുപാട് ബിസിനസ് കിട്ടുന്നതാണ്. ഇത് പറ്റിപ്പൊന്നും അറിയാൻ പറ്റില്ല. അധികം ഉണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയൊരു മുതലെടുപ്പ് എന്നുള്ള ശ്രമമൊക്കെ രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. എന്തായിരുന്നാലും ശരി, അവർക്കെതിരെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരുപാട് പ്രശ്നമുണ്ട്. അഗാനെക്കെതിരെ തന്നെ നേരത്തെ ഒരുപാട് ഹേറ്റുള്ളൊരു സമയമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്കത്തുള്ള ഒരു ന്യൂസും കാര്യങ്ങളും ഇപ്പോൾ വരുന്നത്. സോ എന്തായിരുന്നാലും ഇവരുണ്ടെങ്കിൽ അധികമായിട്ടുണ്ടെങ്കിൽ പൈസ ചുമത്തുകയൊക്കെ ചെയ്യുന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറുപടി എന്നുള്ള രീതിയിൽ അഗാനി ഇതുവരെ ഒന്നും റെസ്പോണ്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല.